കാസർഗോഡ് മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാശ്രമത്തിൽ പ്രതിഷേധവുമായി SFI. ആശുപത്രിയിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറി പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സ്ഥലത്ത് സംഘർഷം തുടരുകയാണ്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്നും അനൂപ് ചേരുകയാണ്. അനൂപ്, ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ വാർഡനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഈ കാര്യം പറഞ്ഞു തന്നെയാണോ വീണ്ടും ഇപ്പോൾ പ്രതിഷേധമുണ്ടായിരിക്കുന്നത്? ഇപ്പോൾ നിലവിൽ സംഘർഷാവസ്ഥ ഏത് രീതിയിൽ തുടരുന്നു? ശ്രീകാർത്തിക ഏതാണ്ട് 11 മണി സമയത്തോടു കൂടിയാണ് മാർച്ച് കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റലിന്റെ മുൻവശത്തേക്ക് എത്തിയത്. SFI നേതൃത്വത്തിൽ SFI ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്ന മാർച്ചാണ് ഇവിടെ എത്തിയത്. ആദ്യം മാർച്ച് സമാധാനപരമായിരുന്നു. വന്ന സമയത്ത് അല്പം ഉത്സവമൊക്കെ ഉണ്ടായി പോലീസുമായി. പിന്നീട് പ്രസംഗം നടന്നു, മാർച്ച് ഉദ്ഘാടനം നടന്നു. അതിനുശേഷമാണ് വീണ്ടും മുദ്രാവാക്യം വിളിച്ച് മുൻവശത്തുണ്ടായിരുന്ന പ്രവർത്തകരും നേതാക്കളും അടങ്ങിയ വലിയൊരു സംഘം വിദ്യാർത്ഥികൾ SFI പ്രവർത്തകർ വളരെ ശക്തമായ രീതിയിൽ പോലീസ് ബന്ദോബസ്ത് മറികടന്നുകൊണ്ട് ഇവിടെ ഗേറ്റൊക്കെ അടുത്ത് പോലീസുകാർ നിന്നിരുന്നു. എന്നാൽ അതൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് അവരിൽ ചിലർ ആശുപത്രിയുടെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുകയും വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുകയും ഇത് വലിയ സംഘർഷത്തിലേക്കും തുടർന്ന് പോലീസ് ലാത്തി ചാർജ് നടത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഇപ്പോഴും ഇവിടെ നിന്നും തിരിഞ്ഞു പോയിട്ടില്ല. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലുള്ള SFI മാർച്ചിന് എത്തിച്ചേർന്നത്. വിദ്യാർത്ഥികൾ ആശുപത്രിയുടെ പരിസരങ്ങളിൽ നിൽക്കുകയാണ്. ഇവിടെ വാർഡിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം അലയടിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇവിടുത്തെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു വാർഡിന്റെ ഇടപെടൽ മാനസികമായി കുട്ടിയെ തളർത്തുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ, അവരുടെ സംസാരം ഇതൊക്കെയാണ് ഇവിടുത്തെ 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത്. കുട്ടി ഇപ്പോൾ ഗുരുതര നിലയിൽ, അതീവ ഗുരുതരാവസ്ഥയിൽ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്നതിനിടയിലാണ് ഇപ്പോൾ ഇവിടത്തേക്ക് SFIയുടെ മാർച്ച് വന്നിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 3:30 മണിയോടുകൂടി DYSPയുടെ നേതൃത്വത്തിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചർച്ചയും നടക്കുന്നുണ്ട്. ഇതിൽ SFI പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ കാഞ്ഞങ്ങാട്ടെ മൻസൂർ ആശുപത്രിക്കെതിരെ ഈ ഒരു വിഷയത്തിൽ വരുന്നിരിക്കുന്നത്. കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്നത് വളരെ മോശമായ തരത്തിലുള്ള ഭക്ഷണം കിട്ടുന്നു. ഫോൺ വിളിക്കാൻ അനുവാദമില്ല. ഫോൺ വിളിക്കേണ്ടത് ഇവിടുത്തെ അധികാരികളുടെ മുന്നിൽ വെച്ചാണ് അവർ രക്ഷിതാക്കളുമായി സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കുട്ടികൾ കഴിഞ്ഞ ദിവസം തന്നെ അവർ പ്രതിഷേധമായി അറിയിച്ചിരുന്നു. ഇതിനൊക്കെതിരെയുള്ള വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഈ SFI മാർച്ചിലൂടെ നമുക്ക് പ്രകടമായി കണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ നിന്നും തിരിഞ്ഞുപോയില്ല. 2-3 പ്രവർത്തകർക്ക് ലാത്തി ചാർജിനിടയിൽ പരിക്കേൽക്കുകയും ചെയ്തു. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് SFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. ഇപ്പോഴും പ്രവർത്തകർ അവിടെ നിന്നും മാറാൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് അനൂപ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാസർഗോഡ് നിന്ന് അനൂപ് നീലേശ്വരമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.